So students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞ് മുന്നേ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുന്നേ ഡിസ്കസ് ചെയ്ത സെൻട്രൽ ടെൻഡൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്മെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മീഡിയൻ, മോഡ്. ഇങ്ങനത്തെ 5 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ട 3-4 പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള 3-4 പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രോബ്ലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഫോർമുലകൾ 3-4 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഐ ബൈ എൻ, അതായത് 1/n ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ, x1 x2 എക്സെട്ര xn ആണ് നമ്മുടെ ഡാറ്റ എങ്കിൽ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ദ ഹോൾ ഡിവൈഡഡ് ബൈ n, അതാണ് അരിത്മെറ്റിക് മീൻ. അതേപോലെ നമുക്ക് ജോമെട്രിക് മീനും മറ്റു കാര്യങ്ങളൊന്നും ഞാനിവിടെ അധികം പറയുന്നുണ്ടാവില്ല. എനിവേ അത് ആ സമയമാകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജോമെട്രിക് മീനിന്റെ ഫോർമുല, ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, nth റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xn. അതേപോലെ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ 1/x1 പ്ലസ് 1/x2 പ്ലസ് എക്സെട്ര 1/xn ദ ഹോൾ ഡിവൈഡഡ് ബൈ n. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഈ 2 റിലേഷൻസ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ പഠിക്കാത്ത കാര്യമാണ്. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിങ് ഡാറ്റ, അതിനെയാണ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിങ് നമ്പർ, അതിനെയാണ് നമ്മൾ മോഡായിട്ട് എടുക്കുക. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ മോസ്റ്റ് വാല്യൂ, അതായത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഡാറ്റയെ അറേഞ്ച് ചെയ്തിട്ട് അതിൽ ഏറ്റവും നടുക്കിലത്തെ വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ ആയിട്ട് എടുക്കുന്നത്. ഇനി നടുക്കിലത്തെ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആവറേജ് ഓഫ് 2 മിഡിൽ വാല്യൂസ്, അതായിരിക്കും നമ്മുടെ മീഡിയൻ ആയിട്ട് നമ്മൾ സാധാരണ നിലയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ദ റിലേഷൻ കണക്ടിങ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. അതായത് സാധാരണ ഒരു നോർമൽ ഡാറ്റ എന്ന് പറയും, വല്ലാതെ വേരിയേഷൻസ് ഒന്നുമില്ല. അത് സാധാരണ ഒരു നോർമൽ ഡാറ്റയ്ക്ക് വി ഹാവ് ദ ഫോർമുല മീൻ മോഡറേറ്റ് ഡാറ്റ എന്നാണ് പറയാം നോർമൽ ഡാറ്റയ്ക്ക്. അപ്പം മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. ഈ ഒരു റിലേഷൻ ഉണ്ട്, മീൻ മീഡിയൻ മോഡ് തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഏതൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിനെ നോർമൽ ഡാറ്റയിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വലിയ ഹയർ സ്റ്റഡീസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ നോർമൽ ഡാറ്റയെ സംബന്ധിച്ച് മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ എന്ന് പറയുന്ന ഫോർമുലയുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള 3 ഗ്രാഫുകളാണ്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സ്ക്യൂഡ്, സ്ക്യൂ എന്ന് പറഞ്ഞാൽ പീച്ച് കളയുന്ന പോലെയാണ്, അങ്ങനെ അമുക്കി വെച്ചിരിക്കുന്ന പോലെയാണ്. റൈറ്റ് സ്ക്യൂഡ് അല്ലേ, ഈ ഭാഗത്തൊരു ഇത് വളവ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെപ്ത് കൂടുതലുണ്ട്. റൈറ്റ് സ്ക്യൂഡ് ഡാറ്റയാണിത്. ഇങ്ങനെയാണ് നമുക്ക് അവിടെ ഉണ്ടല്ലോ ഈ ഫ്രീക്വൻസി, ഇങ്ങനെയാണ് നമുക്ക് ഫ്രീക്വൻസി കർവ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതിലിങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ ദിസ് ഇസ് റൈറ്റ് സ്ക്യൂഡ്. റൈറ്റ് സൈഡിലൊരു ഇത് കൂടുതലാണ്, ഒരു കോൺകെവിറ്റി അല്ലെങ്കിൽ ഒരു ഡെപ്ത് കൂടുതലാണ്. അപ്പോൾ അതിൽ മോഡ്, മീഡിയൻ, മീൻ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ റിലേഷൻ വരുന്നത്. മോഡ് വിൽ ബി ലെസ് ദാൻ മീഡിയൻ ആൻഡ് മീഡിയൻ വിൽ ബി ലെസ് ദാൻ മീൻ. ഇങ്ങനെയുള്ള റൈറ്റ് സ്ക്യൂഡ് ഡാറ്റകൾക്ക് മോഡും മീഡിയനും മീനും തമ്മിലുള്ള റിലേഷൻ ഇതാണ് വരിക. മോഡായിരിക്കും ഏറ്റവും ചെറുത്, മീഡിയൻ ആയിരിക്കും ഏറ്റവും നടുക്കിലുള്ളത്, മീൻ ആയിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ അതാണ് റൈറ്റ് സ്ക്യൂഡ് ഡാറ്റ. ഇതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സ്ക്യൂഡ്. അപ്പോൾ ആ ഒരു കോൺകെവിറ്റി കൂടുതലുള്ളത് ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സ്ക്യൂഡ് ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ വളഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡെപ്തിൽ കർവ് പോകുന്നത്. അവിടെ മീൻ ആയിരിക്കും ഏറ്റവും ചെറുത്, മീഡിയൻ ആയിരിക്കും നടുക്ക്. രണ്ടിലും മീഡിയൻ തന്നെയാണ്, സെൻട്രൽ വാല്യൂ ആണ്, പൊസിഷണൽ ആവറേജ് ആയതുകൊണ്ട് സെൻട്രൽ വാല്യൂ ആണ്. രണ്ടിലും മീഡിയൻ തന്നെയാണ്, പക്ഷെ മോഡ് ഏറ്റവും വലുതായിരിക്കും. അത് നോക്കിയാൽ അറിയാം, ഇവിടെയാണ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത്. ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളതായിരിക്കും മോഡ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ റൈറ്റ് സ്ക്യൂഡ് ഡാറ്റയ്ക്ക് മോഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീഡിയൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻ. ലെഫ്റ്റ് സ്ക്യൂ ഡാറ്റയ്ക്ക് മീൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീഡിയൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്. നോർമൽ ഡാറ്റ സാധാരണ ഹയർ പോപ്പുലേഷനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നോർമൽ ഡാറ്റയാണ് കിട്ടുക. ഒരുപാട് ഡാറ്റ എന്താ പറയുക ഒബ്സർവേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അധികവും നോർമൽ ഡാറ്റ തന്നെയാണ് നമുക്ക് കിട്ടുക. അവിടെ മീൻ, മീഡിയൻ, മോഡ് എല്ലാം സെയിം തന്നെയായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഓർക്കുക, ലെഫ്റ്റ് സ്ക്യൂഡ് റൈറ്റ് സ്ക്യൂഡ് എന്താണെന്നും നോർമൽ ഫ്രീക്വൻസി എന്താണെന്നും അവിടെ മീൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും ഒന്ന് ഓർത്താൽ മതി. ഇതേപോലെ തന്നെ നമ്മുടെ ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ, അരിത്മെറ്റിക് മീൻ മൂന്നും തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. ഹാർമോണിക് മീൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അരിത്മെറ്റിക് മീൻ. എവിടെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് 1 മാർക്ക് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയാണ്. വാട്ട് ഇസ് ദ റിലേഷൻ കണക്ടിങ് harmonic mean, geometric mean and arithmetic mean. അപ്പോൾ harmonic mean less than or equal to geometric mean less than or equal to arithmetic mean for every observations, for every data
ഓർ ഫോർ എവറി പോപ്പുലേഷൻ ഇത് ട്രൂ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രിലിമിനറി ആയിട്ട് 2-3 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പ്രോബ്ലങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇൻ എ ഡിസ്ക്രീറ്റ് സീരീസ് വിത്ത് 2n+1 വാല്യൂസ് വിച്ച് വാല്യൂ വിൽ ബി ദ മീഡിയൻ. അപ്പോൾ നിങ്ങൾക്ക് 2n+1 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. 2n+1. ഇപ്പോൾ 2n+1 n 1 എന്ന് കൊടുത്താൽ 3 ഒബ്സർവേഷൻ ആയിരിക്കും. n 2 എന്ന് കൊടുത്താൽ 5 ഒബ്സർവേഷൻ ആയിരിക്കും. അപ്പോൾ 2n+1 ഒബ്സർവേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഒബ്സർവേഷൻസിന്റെ മീഡിയൻ ഏത് ഡാറ്റ ആയിരിക്കും, ഏത് എൻട്രി ആയിരിക്കും. സപ്പോസ് നമ്മൾ അതിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിചാരിക്കും. ആ രീതിയിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ suppose you are given the data in ascending or descending order and you have 2n+1 data, 2n+1 observations ഉണ്ട്. അതിൽ ഏത് ഒബ്സർവേഷൻ ആയിരിക്കും മീഡിയൻ വരിക? മീഡിയൻ എന്ന് പറഞ്ഞവർക്ക് സെൻട്രൽ മോസ്റ്റ് വാല്യൂ ആണ് നമ്മൾ മീഡിയൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 2n+1 ഡാറ്റയിലത്തെ സെൻട്രൽ മോസ്റ്റ് വാല്യൂ ഏതായിരിക്കും? നമുക്ക് നോക്കാം. 2n+1 n+1 അല്ലെങ്കിൽ n+1+n, n+1+n അത്രയും ഡാറ്റ ഉണ്ട്. n+1+n ഡാറ്റയാണ്. n+1+n അല്ലെങ്കിൽ n+n+1 ഇങ്ങനെ ഡാറ്റയാണ് ഈ 2n+1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് n+1+n ഒബ്സർവേഷൻസ് ഉണ്ടാകണം. നമ്മൾ ഒബ്സർവേഷൻസ് എടുക്കുകയാണ്. x1, x2, x3, എക്സെട്ര xn n ഒബ്സർവേഷൻസ് ആയി. എത്ര ഒബ്സർവേഷൻസ് വേണം? 2n+1 അല്ലെങ്കിൽ n+1+n ഒബ്സർവേഷൻസ് വേണം. അപ്പോൾ x1, x2, x3, എക്സെട്ര xn +1 അതായത് xn+1 n+1th ഒബ്സർവേഷൻ, ദാറ്റ് ഇസ് xn+1. പിന്നെ വീണ്ടും ഒരു n ഒബ്സർവേഷൻസ് വേണം. y1, y2, എക്സെട്ര yn. അപ്പോൾ ഇവിടെ n ഒബ്സർവേഷൻസ്, ഇവിടെയും n ഒബ്സർവേഷൻസ്, രണ്ടും കൂടി കൂട്ടുമ്പോൾ 2n ഒബ്സർവേഷൻസ് ആയി. ഇതും കൂടി ആകുമ്പോൾ 2n+1 ഒബ്സർവേഷൻസ് ആയി. ഇതാണ് നമ്മുടെ 2n+1 ഒബ്സർവേഷൻസ് എങ്കിൽ മീഡിയൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയൻ വിൽ ബി ദ സെൻട്രൽ ഒബ്സർവേഷൻ വിൽ ബി ടേക്കൺ ആസ് എ മീഡിയൻ. ഇപ്പോൾ ഇതിലത്തെ സെൻട്രൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ n ഒബ്സർവേഷൻസ് ഉണ്ട്, ഇവിടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, ഇവിടെയും n ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തും n ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ സെൻട്രൽ എന്ന് പറയുന്നത് n+1th ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് xn+1. ഈ xn+1 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ മീഡിയൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഇത് എടുത്തു എന്നുള്ളൂ. 2n+2 ആണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ടോ അസൈൻമെന്റ് ആയിട്ട് ചിന്തിച്ച് ചെയ്തോളൂ. അപ്പോൾ ആവറേജ് എടുക്കേണ്ടി വരും. 2n ഒബ്സർവേഷൻസ് ആണെങ്കിൽ 2 ഒബ്സർവേഷൻസിന്റെ ആവറേജ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ആവറേജ് എടുത്ത് ചെയ്യേണ്ടി വരും. ഇവിടെ സെൻട്രൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് xn+1 ആണ്. ഇവിടെയും n ഉണ്ട്, ഇവിടെയും n ഉണ്ട്. അപ്പോൾ 2n+1. അപ്പോൾ ദ സെൻട്രൽ ഒബ്സർവേഷൻ ഇസ് xn+1. ദാറ്റ് വിൽ ബി ദ മീഡിയൻ. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം, ഫൈൻഡ് 2 numbers with arithmetic mean 10 and geometric mean √96. അരിത്മെറ്റിക് മീൻ 10ഉം ജോമെട്രിക് മീൻ √96 ആയിട്ടുള്ള 2 ഒബ്സർവേഷൻസ് കണ്ടുപിടിക്കുക, 2 ഡാറ്റ കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലെറ്റ് ദ 2 numbers be x1, x2. അപ്പോൾ അരിത്മെറ്റിക് മീൻ 10ഉം ജോമെട്രിക് മീൻ √76 ആയിട്ടുള്ള 2 ഒബ്സർവേഷൻസ് സേ x1, x2 ആണ് എന്ന് വിചാരിക്കുക. Those are the 2 observations with arithmetic mean 10 and geometric mean √96. അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് മീനിന്റെ ഫോർമുല എടുത്ത് നോക്കാം. അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ x1ന്റെയും x2ന്റെയും അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ x1 + x2/2 = 10. x1 + x2 + എക്സെട്ര xn the whole divided by n. അങ്ങനെയാണ് ആവറേജ് അരിത്മെറ്റിക് മീനിന്റെ ഫോർമുല. അപ്പോൾ x1 + x2/2 = 10. ആൻഡ് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ 2 ഡാറ്റയാണുള്ളത്, സ്ക്വയർ റൂട്ട് ആണ്. അപ്പോൾ വരിക 3 ഡാറ്റയാണെങ്കിൽ ക്യൂബ് റൂട്ട് വരും. ഇവിടെ 2 ഡാറ്റയേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ദ ഒബ്സർവേഷൻസ്, അതായത് √x1, x2. അപ്പോൾ x1 + x2/2 = 10 അരിത്മെറ്റിക് മീനിന്റെ ഫോർമുലയാണ്. √x1 × x2 = √96 ജോമെട്രിക് മീനിന്റെ ഫോർമുലയാണ്. ജോമെട്രിക് മീൻ √96 ആണ്. അപ്പോൾ √x1 × x2 = √96. അപ്പോൾ ഇങ്ങനെ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം x1 + x2 = 20. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ x1 + x2 = 20. ആൻഡ് 2 സൈഡും സ്ക്വയർ ചെയ്യുക. ഇവിടെയും റൂട്ട് ഉണ്ട്. 2 സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് മാറിയിട്ട് യു വിൽ ഗെറ്റ് x1 × x2 = 96. രണ്ടിലും റൂട്ട് പോകും. അപ്പോൾ x1 + x2 = 20 ആൻഡ് x1 × x2 = 96. ഇതിൽ നിന്ന് ഞാൻ x2 എന്താണെന്ന് എഴുതുകയാണ്. x2 = 20 - x1. x2 = 20 - x1. അപ്പോൾ ഈ x2 എടുത്തിട്ട് ഞാൻ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓർക്കുക, x1 + x2/2 = 10, √x1, x2 = √96. അതിൽ നിന്ന് x1 + x2 = 20, x1 × x2 = 96. അതിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് x2 = 20 - x1. ഈ എക്സ്പ്രഷൻ എടുത്തിട്ട് രണ്ടാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 × x2 ക്ക് പകരം 20 - x1 = 96.
അതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. അപ്പോൾ 20x1 മൈനസ് x1 സ്ക്വയർ ഈക്വൽ ടു 96. ഈ x1ന്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 20x1 മൈനസ് x1 സ്ക്വയർ ഈക്വൽ ടു 96. അതായത് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ x1 സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു, 20x1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ x1 സ്ക്വയർ ഇവിടെ പ്ലസ് ആകുമ്പോൾ അപ്പുറത്ത് 20 മൈനസ് ആവും. x1 സ്ക്വയർ ഇവിടെ മൈനസ് ആകുമ്പോൾ അപ്പുറത്ത് പ്ലസ് ആവും. അപ്പോൾ x1 സ്ക്വയർ മൈനസ് 20x1 ഇവിടെ വ്യത്യാസമില്ല, പ്ലസ് 96 ഈക്വൽ ടു 0. ഈ ഭാഗം 0 ആയി പോകും ഇത് കംപ്ലീറ്റ് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ x1 സ്ക്വയർ മൈനസ് 20x1 പ്ലസ് 96 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. 10ലും 8ലും 9ലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് ഫോർമുല ഉണ്ട്, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ, നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതിലുണ്ട്. അല്ലെങ്കിൽ അറിയാത്തവർക്കായിട്ട് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടുകൾ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ചെയ്യുമ്പോൾ രണ്ടാമത്തെ റൂട്ട് കിട്ടും, രണ്ടാമത്തെ എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ച് ഇവിടെ x1ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. x1 is 12 and 8. ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി, രണ്ട് വാല്യൂസ് കിട്ടും. പ്ലസ് ആകുമ്പോൾ ഒരു ഫോർമുല, എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് 20 ആണ്, സി എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ 20 സ്ക്വയർ മൈനസ് മൈനസ് പ്ലസ് ആവും. ബി സ്ക്വയർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് നോക്കിയാൽ മതി, വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിവേ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് x1 is obtained as 12 and 8. x1ന് രണ്ട് വാല്യൂസ് ഉണ്ട്, 12ഉം 8ഉം. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നതെന്നുള്ളത് ഓർക്കണം. അരിത്മെറ്റിക് മീൻ 10ഉം ജോമെട്രിക് മീൻ റൂട്ട് 96ഉം ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ആണ്. അതിലത്തെ ഒരു വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയത് x1. രണ്ടാമത്തെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? യു ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. x2 മൈനസ് x2 ഈക്വൽ ടു 20 മൈനസ് x1 എന്ന് പറയുന്ന ഈക്വേഷൻ 12ഉം 8 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ x2 ആസ് 8. 8 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് x2 ആസ് 12. അപ്പോൾ ഇവിടെ 12ഉം 8ഉം x1 12 ആകുമ്പോൾ x2 8ഉം x1 8 ആകുമ്പോൾ x2 12ഉം ആയിരിക്കും. എനിവേ the values with arithmetic mean 10 and geometric mean root 96 is 8 and 12. അത്രയും ചിന്തിച്ചാൽ മതി. 8ഉം 12ഉം ആയിരിക്കും ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡാറ്റ, രണ്ട് ഒബ്സർവേഷൻസ്. അപ്പോൾ ആ മെത്തേഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദിസ് ഇസ് ഓൾസോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് അരിത്മെറ്റിക് മീനും 10ഉം ജോമെട്രിക് മീൻ റൂട്ട് 96 ആയിട്ടുള്ള രണ്ട് ഡാറ്റ x1 x2 എന്നെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഫോർമുല വെച്ചിട്ട് നമ്മളത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണ്. ആ കൂടി ഈ ക്വാഡ്രാറ്റിക്കിന്റെ മാത്രമാണ് നിങ്ങൾക്ക് ചെറിയൊരു സംശയം വരാൻ സാധ്യതയുള്ളത്. അത് പഴയ ബുക്കുകൾ ഏതെങ്കിലും എന്നിട്ട് നോക്കി, അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് x1 ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ആ പ്രോബ്ലം അവിടെ തീർന്നു. Now come to the next problem. What is the value of variable that corresponds to highest point of a frequency curve? ഒരു frequency curveലെ ഹയസ്റ്റ് പോയിന്റിനോട് കറസ്പോണ്ടിങ് വാല്യൂ, ഹയസ്റ്റ് പോയിന്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളിന്റെ വാല്യൂ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആൻസർ മോഡാണ്. ഹയസ്റ്റ് പോയിന്റ് ആ ഫ്രീക്വൻസി കർവിലെ ഹയസ്റ്റ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് മോഡായിരിക്കും. എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. ഡെഫിനേഷനിലേക്ക് പോയാൽ ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളുന്നില്ല. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കിതാണ് നമ്മുടെ ഡാറ്റ. എക്സ് 0 1 2 3 4 5. എക്സ് 0 1 2 3 4 5. 0ന്റെ ഫ്രീക്വൻസി 0 ഒരു 0 പ്രാവശ്യമാണ് വരുന്നത്. 1 5 പ്രാവശ്യം വരുന്നുണ്ട്. 2 10 പ്രാവശ്യം വരുന്നുണ്ട്. ആ ഒബ്സർവേഷൻസിൽ 2 10 പ്രാവശ്യം വരുന്നുണ്ട്. 3 5 പ്രാവശ്യം വരുന്നുണ്ട്. 4 15 ടൈംസ് വരുന്നുണ്ട്. 5 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ എൻട്രീസും എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. 0 വരുന്നില്ല, 0 ടൈംസ് ആണ് വരുന്നത്. 1 5 പ്രാവശ്യം ആ ഒബ്സർവേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് വരിക: 0 1 1 1 1 1 5 പ്രാവശ്യം 1 വന്നു. ഇനി 2 എന്ന് പറയുന്നത് 10 പ്രാവശ്യം വരും. 3 എന്ന് പറയുന്നത് 5 പ്രാവശ്യം വരും. അപ്പോൾ അങ്ങനെ ഇവിടെ എഴുതാൻ സ്ഥലമില്ല. അപ്പോൾ ജസ്റ്റ് ഓർക്കുക. അപ്പോൾ 4 എന്ന് പറയുന്നത് 15 പ്രാവശ്യം വരുന്നുണ്ട്. 4 എന്ന് പറയുന്നത് 15 പ്രാവശ്യം വരും. 5 എന്ന് പറയുന്നത് 5 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റയുടെ മോഡ് എന്താണ്? ഈ ഡാറ്റയുടെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി, ദോസ് ഒബ്സർവേഷൻ വിച്ച് ഹാസ് ദാറ്റ് ഒബ്സർവേഷൻ വിച്ച് ഹാസ് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഇവിടെ ഒബ്സർവേഷൻസ്, അതായത് വേരിയബിൾസ് 0 1 2 3 4 5 ആണ്. അതിൽ ഏതിനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്? ഏതാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വരുന്നത്? 4. 0 ഒരു പ്രാവശ്യം ഒന്നും വരുന്നില്ല. 1 5 പ്രാവശ്യം വരുന്നുള്ളൂ. പക്ഷെ 4 15 പ്രാവശ്യം വരുന്നുണ്ട്. ഈ ഡാറ്റകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ 4 ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ഡാറ്റയിൽ വരുന്നത്. അപ്പോൾ മോഡ് എന്താണ്? ഈ ഡാറ്റയുടെ മോഡ് 4 ആണ് വരുന്നത്. ഡാറ്റ
mode of this particular data is 4. Now ഞാനിത് പ്ലോട്ട് ചെയ്യാണ്, ഈ ഡാറ്റ പ്ലോട്ട് ചെയ്യാണ്. പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റ് ആണിത്. 0 ടൈംസ് ആണ് വരുന്നത്. 0 is coming 0 ടൈംസ്. 1 എന്ന് പറയുന്നത് 5 പ്രാവശ്യം, 1 എന്ന് പറയുന്നത് 5 പ്രാവശ്യം വരുന്നുണ്ട്. 2 എന്ന് പറയുന്നത് 10 പ്രാവശ്യം വരുന്നുണ്ട്. 3 എന്ന് പറയുന്നത് 5 പ്രാവശ്യം വരുന്നുണ്ട്. 4 എന്ന് പറയുന്നത് 15 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 4 എന്ന് പറയുന്നത് 15 പ്രാവശ്യമാണ് വരുന്നത്. 5 എന്ന് പറയുന്നത് അഗെയിൻ 5 പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് what is the value of the variable that corresponds to highest point of the frequency curve? അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി കർവ് വരിക. ഹയസ്റ്റ് പോയിന്റ് ഇതാണ്. ഹയസ്റ്റ് പോയിന്റ് ഇതാവുമ്പോൾ what is the value of the variable? ഹയസ്റ്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ ഇതാണ്. നമ്മുടെ വേരിയബിളുകൾ എക്സുകൾ ഇതാണ്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ 4 ആണ്. ഹയസ്റ്റ് പോയിന്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഫ്രീക്വൻസി കർവിലെ ഹയസ്റ്റ് പോയിന്റിന്റെ കറസ്പോണ്ടിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ആൻസർ മോഡായിരിക്കും. അപ്പോൾ ഈ ഫ്രീക്വൻസി കർവിലെ ഹയസ്റ്റ് പോയിന്റിന് ഇതാണ് ഹയസ്റ്റ് പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 4 ആണ്. പക്ഷെ 4 എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയുടെ എന്താണ്? ഈ ഡാറ്റയുടെ മോഡാണ്. അപ്പോൾ ഏതൊരു ഡാറ്റ എടുത്താലും ദ വേരിയബിൾ ദാറ്റ് കറസ്പോണ്ട്സ് ടു ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ഫ്രീക്വൻസി കർവ് വിൽ ബി ഓട്ടോമാറ്റിക്കലി മോഡ്. ആ ഫ്രീക്വൻസി കർവിന്റെ ഹയസ്റ്റ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും എന്ത്? നമ്മുടെ ആ ഡാറ്റയുടെ മോഡ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് വേരിയബിളിന്റെ വാല്യൂ ആണ്. അത് എത്ര പ്രാവശ്യം വരുന്നു അതിന്റെ ഫ്രീക്വൻസിയാണ്. 0 1 5 പ്രാവശ്യം വരുന്ന 1 1 1. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഡാറ്റയുടെ മോഡ് 4 ആണ്. നമ്മൾ ഫ്രീക്വൻസി കർവ് പ്ലോട്ട് ചെയ്തപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതാണ് വരുന്നത്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 തന്നെയാണ് മോഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മോഡ് ആയിരിക്കും. ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ദാറ്റ് കറസ്പോണ്ട്സ് ടു ഹയസ്റ്റ് പോയിന്റ് that will be of a frequency data, that will be the mode. വളരെ ചിന്തിക്കേണ്ട ഒരു ഇതാണ്. വളരെ എളുപ്പമുള്ളതാണെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 1 2 3 പ്രാവശ്യം ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. Now fourth problem. For a moderately skewed data, arithmetic mean is 28, median is 30, then find the mode. മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡാറ്റ, അത് നോർമൽ ഡാറ്റയാണ്. മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡാറ്റയ്ക്ക് അരിത്മെറ്റിക് മീൻ തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? മോഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഫോർമുല ഉണ്ട്. മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഫോർ എ മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡാറ്റ. മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഫോർമുല ഉണ്ട്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ 28 ആണ്. മൈനസ് മോഡ് എന്താണെന്ന് നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. 28 മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ 28 മൈനസ് 30. അപ്പോൾ 28 മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു 28 മൈനസ് 30. അതായത് മോഡ്, ഈ മോഡിനെ പുറത്തോട്ട് കൊണ്ടുപോകുക, ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം 28 മൈനസ് 3 ഇൻറ്റു 28 മൈനസ് 30 ഈക്വൽ ടു മോഡ്. അപ്പോൾ മോഡ് എന്ന് പറയുന്നത് 28 മൈനസ് 3 ഇൻറ്റു 28 മൈനസ് 30. ഇതാണ് മോഡ്. ഈ മോഡിനെ ഇവിടെ നിർത്തി, അല്ലെങ്കിൽ മോഡിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക, ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 28 ഇവിടെ പ്ലസ് ആണ്, 28 ഇവിടേക്ക് വരുമ്പോൾ മൈനസ് ആകും. 28 മൈനസ് 3 ഇൻറ്റു 28 മൈനസ് 30 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് ഇതിന് ഇവിടെ മൈനസ് ഉണ്ട്, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഇസ് മോഡ് ഈക്വൽ ടു മോഡ്. അപ്പോൾ മോഡ് ഈക്വൽ ടു 28 മൈനസ് 84 പ്ലസ് 90. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. 3 ഇൻറ്റു 28 ഇസ് 84. അപ്പോൾ മോഡ് ഈക്വൽ ടു 28 മൈനസ് 84 പ്ലസ് 90. അതായത് മോഡ് ഈക്വൽ ടു, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മോഡ് ഈക്വൽ ടു 34. മോഡ് എന്ന് പറയുന്നത് 34 ആണ്. സോ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. Now അടുത്ത പ്രോബ്ലം. പ്രൂവ് ദാറ്റ് സം ഓഫ് deviations of x1, x2, x3, xn from their mean x bar is 0. അതായത് ഈ ഓരോ ഡാറ്റയുടെയും ഡീവിയേഷൻസ് ഫ്രം their mean എന്ന് പറഞ്ഞാൽ x bar ആണ്. x bar എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2. അതായത് x bar ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn the whole divided by n. അതാണ് x bar. അപ്പോൾ prove that sum of deviations of x1, x2, etc. xn from their mean x bar is 0. ഈ ഓരോ ഡാറ്റയുടെയും ഡീവിയേഷൻസ് ഫ്രം their mean ന്റെ സമ്മ്, ഡീവിയേഷൻസ് ഫ്രം their mean ന്റെ സമ്മ് 0 ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. Given mean equal to x bar, ഈ ഡാറ്റയുടെ ഒക്കെ മീൻ എന്ന് പറയുന്നത് x bar ആണ്. അതായത് x bar equal to x1 plus x2 plus etc. xn divided by n. ഇനി നമ്മൾ ഓരോ വാല്യൂവിന്റെയും ഡീവിയേഷൻ എന്താണ് ഫ്രം മീൻ എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ദ റെസ്പെക്റ്റീവ് ഡീവിയേഷൻസ് ഫ്രം ദ മീൻ. അപ്പോൾ x1ന്റെ വേരിയേഷൻ ഫ്രം ദ മീൻ എന്ന് പറയുന്നത് x1 മൈനസ് x ബാർ ആണ്. ഡീവിയേഷൻ ഓഫ് x1 ഫ്രം x ബാർ ഈസ് x1 മൈനസ് x ബാർ. ഡീവിയേഷൻ ഓഫ് x2 ഫ്രം x ബാർ ഈസ് x2 മൈനസ് x ബാർ. From their mean, deviations
ഓഫ് x1 x2 etc xn ഫ്രം ദെയർ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x1ന്റെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ x1 ആൻഡ് x ബാർ എത്ര ഉണ്ട് വ്യത്യാസം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. മീനും ആ കറസ്പോണ്ടിങ് ഡാറ്റയും തമ്മിൽ എന്താണ് ഡീവിയേഷൻ അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം. അപ്പോൾ x1ന്റെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ x1 മൈനസ് എക്സ് ബാർ, x2ന്റെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ x2 മൈനസ് എക്സ് ബാർ എക്സെട്ര. xnന്റെ ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ ഇസ് xn മൈനസ് എക്സ് ബാർ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം എക്സ് ബാർ. അപ്പോൾ ഇതാണ് ഓരോ ഡീവിയേഷനും x1 മൈനസ് എക്സ് ബാർ, x2 മൈനസ് എക്സ് ബാർ എക്സെട്ര xn മൈനസ് എക്സ് ബാർ. ഓരോ വേരിയബിളിന്റെയും ഡീവിയേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി സം ഓഫ് ഡീവിയേഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ഡീവിയേഷൻസ് എന്ന് പറയുമ്പോൾ സം ഓഫ് ഡീവിയേഷൻസ് ഈക്വൽ ടു x1 മൈനസ് എക്സ് ബാർ പ്ലസ് x2 മൈനസ് എക്സ് ബാർ പ്ലസ് എക്സെട്ര xn മൈനസ് എക്സ് ബാർ. സം എന്ന് പറഞ്ഞാൽ SUM അഡീഷൻ ആണ്, ഡീവിയേഷനുകളുടെ സം. അപ്പോൾ x1 മൈനസ് എക്സ് ബാർ പ്ലസ് x2 മൈനസ് എക്സ് ബാർ പ്ലസ് എക്സെട്ര xn മൈനസ് എക്സ് ബാർ. ദാറ്റ് ഈസ് ഇതിനെ ബ്രാക്കറ്റ് ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn മൈനസ് ഇവിടെ ഒരു n എക്സ് ബാർ ആണ് വരിക, മൈനസ് എക്സ് ബാർ പ്ലസ് മൈനസ് എക്സ് ബാർ പ്ലസ് മൈനസ് എക്സ് ബാർ n ടൈംസ് എക്സ് ബാർ വരുന്നുണ്ട്. മൈനസ് എക്സ് ബാർ പ്ലസ് മൈനസ് എക്സ് ബാർ അങ്ങനെ n ടൈംസ് വരുന്നുണ്ട്. ഇവിടെ 1, ഇവിടെ 2, അങ്ങനെ എത്ര വേരിയബിളാണ് ഉള്ളത്? n വേരിയബിൾസ് ആണ് ഉള്ളത്. അപ്പോൾ n ടൈംസ് എക്സ് ബാർ വരുന്നുണ്ട്. അപ്പോൾ this will be x1 plus x2 plus etc xn minus n x bar. This plus this minus n x bar. അതായത് x1 plus x2 plus etc plus xn minus n into x bar എന്ന് പറഞ്ഞാൽ x1 plus x2 plus etc xn the whole divided by n. അപ്പോൾ ഈ n ക്യാൻസൽ ആക്കി കളയുക. അപ്പോൾ നിങ്ങൾക്ക് x1 plus x2 plus etc xn മൈനസ് x1 plus x2 plus etc xn രണ്ട് ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്. n കട്ടാക്കി കളയുമ്പോൾ x1 plus x2 plus etc xn മൈനസ് x1 plus x2 plus etc xn that is 0. അപ്പോൾ സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം എക്സ് ബാർ ഫ്രം ദെയർ മീൻ എക്സ് ബാർ ഈസ് 0. ഇത് നോട്ട്സിൽ ഉണ്ടാകും. ഈ വീഡിയോയിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും. ആ കൂടി അറിയേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. വാട്ട് ഇസ് എക്സ് ബാർ? അരിത്മെറ്റിക് മീൻ ആണ്. എക്സ് ബാർ എന്താണെന്ന് അറിഞ്ഞാൽ മതി. പിന്നെ ഡീവിയേഷൻസ്, x1ന്റെ ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ x1 ആൻഡ് എക്സ് ബാർ, x2ന്റെ ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ x2 ആൻഡ് എക്സ് ബാർ, അങ്ങനെ ഓരോന്നും. അപ്പോൾ അതിന്റെ സം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓരോന്നിലും മൈനസ് എക്സ് ബാർ ഉണ്ട്. ഓരോ വേരിയബിളിലും മൈനസ് എക്സ് ബാർ ആണ് ചെയ്യുന്നത്. അപ്പോൾ n വേരിയബിൾസ് ഉള്ളത് മൈനസ് എക്സ് ബാർ മൈനസ് n ടൈംസ് വരും. ദാറ്റ് ഈസ് മൈനസ് n എക്സ് ബാർ. എന്നിട്ട് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മൈനസ് ഇതെന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് 0. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് പ്രോബ്ലം ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. മറ്റു പ്രോബ്ലംസ് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഈ പ്രോബ്ലത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. സോ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുകളിലേക്ക് അല്ലെങ്കിൽ വേറെ പ്രോബ്ലങ്ങളിലേക്കായിരിക്കും പോകുന്നത്. സോ താങ്ക് യു.